അറിഞ്ഞോ? കാന്തപുരം മോല്യാര് ചളിപ്പാടും വാങ്ങിക്കു പോലും. പോത്തുകൾക്ക് കിടന്ന് ഉരുളാൻ പറ്റും എന്നല്ലാതെ സമുദായത്തിന് എന്തേലും മെച്ചണ്ടോ അതോണ്ട്? സമുദായത്തിനും അറബ്യാളിയും പൈസ വെള്ളത്തിലായി എന്നല്ലാതെ എത്താണ്ടായേ. കാദ്രാക്ക വിരലുകൾ ചുണ്ടത്തു വെച്ച് അതിനിടയിലൂടെ പീരെ മുറ്റത്തേക്ക് വെറ്റിലയും കുറെ പുച്ഛവും നീട്ടിത്തുപ്പി. കാലം കടന്നുപോയി. കാദ്രാക്കിയും പോയി. അതിനും മുന്നേ കാലം തെറ്റിവന്ന ആദ്യമഴയിൽ തന്നെ വെറ്റിലച്ചണ്ടി ഒലിച്ചു പോയെങ്കിലും വെറുപ്പിന്റെ കട്ടപിടിച്ച കറകൾ തലമുറകളായി ചിലരുടെ ഹൃദയങ്ങളിൽ പറ്റിപ്പിടിച്ചു തന്നെ കിടന്നു. കോഴിക്കോട്ടെ ചളിപ്പാടും കാലത്തിന്റെ അനുസ്യൂതമായ കുത്തൊഴുക്കിൽ പുരോഗതിക്ക് വഴിമാറി. കാന്തപുരത്തെ മോല്യാര് വാങ്ങിയ ചളിപ്പാടും കോഴിക്കോട് പട്ടണത്തിന്റെ ഒത്ത നടുവിൽ തലയുയർത്തി നിന്നു. മർക്കസിനും അനാഥകൾക്കും ഉണ്ണാനും ഉടുക്കാനും ലക്ഷങ്ങൾ വരുമാനം നൽകുന്ന കോംപ്ലക്സ് കണ്ട് പീരെ കോലായിൽ പിറുപിറുപ്പ് കൂടി. അയാൾ ഒന്നാന്തരം ബിസിനസുകാരനാണ്. 1 കോടി രൂപക്ക് മർക്കസ് പദ്ധതിക്ക് തുടക്കമിടുമ്പോൾ കൂക്കി വിളിയും പരിഹാസവും ഒന്നുകൂടി ഉച്ചത്തിലായി. നാട്ടാര് കൊണ്ടെന്ന അട്ടിപ്പാത്രവും തിന്നു മൂലക്കിരിക്കാതെ നാട് നന്നാക്കാൻ ഇറങ്ങാണ് അയാള്. ബസ്സൂലി കയ്യിൽ ഇല്ലാത്ത മൂപ്പര് 1 കോടി ഉണ്ടാക്കാൻ ഇറങ്ങിക്ക്. ഞമ്മക്ക് കാണാല്ലോ. കാലം കണ്ടു. മാലോകരും കണ്ടു. 1 കോടി 10 കോടിയായും 100 കോടിയായും പിന്നെ 1000ആയും കാരന്തൂരിന്റെ മണ്ണിൽ പച്ചപിടിച്ചു, വളർന്നു, പന്തലിച്ചു. ആരോ പറയുന്നത് കേട്ടു. സൂത്രക്കാരനാണ് അയാൾ. 1200 കോടിയുടെ മർക്കസ് നോളേജ് സിരിക്ക് തുടക്കമിട്ടപ്പോൾ AP അല്ലേ? അയാൾക്ക് എന്തും ആയിക്കൂടെ എന്ന കൊയമ്പൻ മറുപടി തുപ്പി അവർ തടി സലാമത്താക്കി. പള്ളിയിൽ ദർസെടുത്ത് നടന്ന ഉസ്താദിന്റെ കുട്ടികൾ പണ്ഡിതരായും ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും തലമുറയെ വളർത്തി. സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം മേനിപറഞ്ഞു നടന്നവർ പിൻസീറ്റിലാവുന്നതിന്റെ രോദനം കേട്ടുതുടങ്ങി. കൊല്ലലും കൊള്ളിവെക്കലും പരിഹസിക്കലുമായി അവർ ജോറാക്കി. ഉസ്താദിനെ MDP ആക്കി, അരിവാൾ സുന്നിയാക്കി, കോൺഗ്രസ്സാക്കി, BJP ആക്കി, PDP ആക്കി, ജൂതന്മാരുടെ ചാരനാക്കി. സമൂഹത്തിന്റെ അഴുക്കു പുരണ്ട മതിലുകളിൽ കള്ളനെന്ന് പറഞ്ഞു പരിഹാസമൊട്ടിച്ചു. ഗൾഫ് മോഡൽ ഖുറാൻ പ്രതികൾ കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ പുതിയ ഖുറാൻ ഇറക്കിയെന്നും വരെ പറഞ്ഞു ആക്ഷേപം ചൊരിഞ്ഞു. കേൾക്കാനും അനുഭവിക്കാനും ആ മനുഷ്യന് ഒന്നും ബാക്കിയില്ലായിരുന്നു. അപമാനത്തിന്റെ വിഷസൂചികളേറ്റ ഉള്ളിൽ വേദനയുടെ നോവേറുമ്പോഴും ഉസ്താദ് എന്നും ഉസ്താദ് മാത്രമായിരുന്നു. ആക്ഷേപങ്ങളിൽ മനം മടുത്ത് ഇട്ടെറിഞ്ഞു പോയിരുന്നെങ്കിൽ, അക്രമങ്ങളിൽ ഭയന്നു പിന്മാറിയിരുന്നെങ്കിൽ, ഭീഷണികൾക്ക് മുന്നിൽ മുട്ടിടിച്ചു വീണിരുന്നെങ്കിൽ, ട്രോളുകൾ കണ്ട് വേദനിച്ചിരുന്നെങ്കിൽ, പരിഹാസങ്ങളുടെ കൂരമ്പുകളേറ്റ് ഉള്ളകം ഉലഞ്ഞു പോയിരുന്നെങ്കിൽ, പാർവത സമാനമായ ഹിമ്മത്ത് കൊണ്ട് ഒരു ധർമ്മസംഘത്തിന് ചിറക് വിരിച്ച് തണലേകിയില്ലായിരുന്നെങ്കിൽ, ആരോരുമില്ലാത്ത അനാഥകളുടെ കൈപ്പിടിച്ച് കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ, പരിഹാസത്തിനും കൂക്കി വിളിക്കും പകരം ചോദിക്കാൻ പിന്നാലെ പോയിരുന്നെങ്കിൽ, കാന്തപുരം കാന്തപുരമല്ലാതാകുമായിരുന്നു. മർക്കസ് നിന്നിരുന്നിടത്ത് ഇന്ന് തെങ്ങിൻ തോപ്പുകൾ പച്ചപിടിച്ചു നിൽക്കുമായിരുന്നു. അനാഥത്വത്തിന്റെ വെയിലേറ്റ് ആയിരങ്ങൾ വാടുമായിരുന്നു. ആശയറ്റ വിധവകളുടെ കണ്ണീർ ഇന്നും ചാലിട്ടൊഴുകുമായിരുന്നു. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ വീണ്ടും നൂറ്റാണ്ടുകൾ പിന്നിലാകുമായിരുന്നു. അനേകം പെൺകുട്ടികൾ മണവാളനെ സ്വപ്നം കണ്ട് ദാരിദ്ര്യത്തിന്റെ ഉമ്മറപ്പടിയിൽ കാത്തിരിപ്പ് തുടരുമായിരുന്നു. അബുൽ ഐത്താമിനെ കാത്ത് അനാഥത്വത്തിന്റെ ഉമ്മറപ്പടിയിൽ പ്രതീക്ഷയോടെ കണ്ണും നട്ടിരുന്ന ആയിരക്കണക്കിന് ഉമ്മമാരുടെ കണ്ണീരിന്നും തോരാതെ പെയ്യുമായിരുന്നു. കാറിലും ബൈക്കിലും പോകാൻ പാടില്ലാതിരുന്ന ഉസ്താദുമാർ നിലയും വിലയുമില്ലാത്ത മോല്യാമാരായി പള്ളിമൂലകളിൽ ഒതുങ്ങുമായിരുന്നു. ചരിത്രത്തിൽ കാന്തപുരത്തെ എങ്ങനെയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം കേരള മുസ്ലിംകൾക്കിടയിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിന്റെ നാമ്പുകൾ തലപൊക്കിക്കൊണ്ടേയിരിക്കും. 2500-ലേറെ പള്ളികൾ, 1000-ലധികം മതസ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഹോം കെയറുകൾ, വനിതാ ശാക്തീകരണ കോളേജുകൾ, ആയിരക്കണക്കിന് സാന്ത്വന കേന്ദ്രങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസ, സാംസ്കാരിക വിപ്ലവം സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് പതിറ്റാണ്ടുകളായി തുടർന്നുപോരുന്ന അസഹിഷ്ണുതയോട് കാലം ഒരിക്കൽ നിങ്ങളോട് പകരം ചോദിക്കും. ചരിത്രം എക്കാലത്തും മനോഹരമായ ചില പകരം വീട്ടലുകളുടെ കൂടി വർത്തമാനങ്ങളാണ്. കാന്തപുരം എന്ന കോഴിക്കോട്ടെ ഗ്രാമത്തിലെ സാധാരണക്കാരനായ ഒരു മോല്യാര് ലോക രാഷ്ട്രത്തലവന്മാരുടെയും അറബ് രാജാക്കന്മാരുടെയും മുന്നിൽ വിശിഷ്ടാതിഥിയായും ഇന്ത്യൻ പ്രതിനിധിയായും വളർന്നുവെന്നത് അത്ഭുതകരം തന്നെയാണ്. റിയാദിലെ തടവറക്കുള്ളിൽ കാന്തപുരത്തെ അടച്ചവർ പിന്നീട് പരവതാനി വിരിച്ചു ക്ഷണിക്കുന്നതും കവിത ചൊല്ലി ക്ഷമ ചോദിക്കുന്നതിനും കാലം സാക്ഷി. ചരിത്രം സാക്ഷി. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം. ചെയ്തു കാണിക്കാനാണ് പ്രയാസം. മൂക്കിന് താഴെ കാന്തപുരം വളരുന്നതിന്റെ അസൂയ. തീകട്ടയെ തുണിയിൽ പൊതിഞ്ഞു വെക്കും പോലെ അത് നിങ്ങളെ നശിപ്പിക്കുകയേ ഉള്ളൂ. പടച്ച റബ്ബിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണെന്ന ബോധമുള്ള ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചു കാണാനുള്ള അല്പത്തരത്തെ ചരിത്രം സഹതാപം കൊണ്ട് അടയാളപ്പെടുത്തും തീർച്ച. അല്ലാഹു ആ തണൽ ദീർഘകാലം നിലനിർത്തി നൽകട്ടെ. ആമീൻ. സ്നേഹത്തോടെ ഹബീബ് കാവനൂർ.